Hello dear students, 9th standard physics first unit ആയ forces in fluids എന്ന യൂണിറ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലാക്കുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ബോയൻസി. എന്താണ് ബോയൻസി? A liquid exerts an upward force on a body placed in it. This force is the buoyancy. ഒരു ലിക്വിഡിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൽ ആ ലിക്വിഡ് ഒരു അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സിനെയാണ് ബോയൻസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സേർട്ടഡ് നോട്ട് ഓൺലി ബൈ ലിക്വിഡ്സ് ബട്ട് ഓൾസോ ബൈ ഗ്യാസസ്. ഇത് ലിക്വിഡ്സ് മാത്രമല്ല ഗ്യാസസും എക്സേർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഫ്ലൂയിഡ്സ്? എന്താണ് ഫ്ലൂയിഡ്സ്? ആൻസർ, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ടുഗദർ ആർ ജനറലി കോൾഡ് ഫ്ലൂയിഡ്സ്. ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും നമ്മൾ ഒന്നിച്ച് ഫ്ലൂയിഡ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ടു ഫോഴ്സസ് ദാറ്റ് വി എക്സ്പീരിയൻസ് വെൻ എ ബോഡി ഈസ് സിറ്റുവേറ്റഡ് ഇൻ എ ലിക്വിഡ്? ഒരു ലിക്വിഡിൽ മുക്കിയിരിക്കുന്ന വസ്തുവിൽ അനുഭവപ്പെടുന്ന രണ്ട് ഫോഴ്സസ് ഏതൊക്കെയാണ്? ആൻസർ, ദ വെയ്റ്റ് ഓഫ് ദ ബോഡി ആക്ടിംഗ് ഡൗൺവേർഡ്സ്. താഴോട്ട് അനുഭവപ്പെടുന്ന ആ ബോഡിയുടെ വെയ്റ്റ്. സെക്കൻഡ് വൺ, ദ ബോയൻസി ആക്ടിംഗ് അപ്വേർഡ്സ് ഓൺ ദ ബോഡി. ആ വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ബോയൻസി, അത് അപ്വേർഡ് ഫോഴ്സാണ്. ഈ രണ്ട് ഫോഴ്സസാണ് ഒരു ലിക്വിഡിൽ മുക്കിയിരിക്കുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ 2 സിറ്റുവേഷൻസ് ഇൻ യുവർ ഡെയിലി ലൈഫ് ഇൻ വിച്ച് യു ഹാവ് എക്സ്പീരിയൻസ്ഡ് ബോയൻസി ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. നമ്മുടെ നിത്യജീവിതത്തിൽ ലിക്വിഡ്സിലും ഗ്യാസസിലും അനുഭവപ്പെടുന്ന ബോയൻസിക്ക് 2 സിറ്റുവേഷൻസ് എഴുതുക. ആൻസർ, എ ഹൈഡ്രജൻ ഫിൽഡ് ബലൂൺ റൈസസ് ഇൻ ദ എയർ. ഒരു ഹൈഡ്രജൻ ഫിൽഡ് ബലൂണ് എയറിൽ ഉയർന്നു പൊങ്ങുന്നത്. നെക്സ്റ്റ് വൺ, വാട്ടർ ഡ്രോപ്സ് കമ്മിങ് ഫ്രം ആൻ അക്വേറിയം. അക്വേറിയത്തിൽ നിന്ന് വരുന്ന വാട്ടർ ഡ്രോപ്സ്. ഈ രണ്ടുമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ബോയൻസി അനുഭവപ്പെടുന്ന 2 സിറ്റുവേഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദ ബോയൻസി എക്സ്പീരിയൻസ്ഡ് ബൈ എ സബ്സ്റ്റൻസ് ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്? ഒരു ഫ്ലൂയിഡിൽ ഇമേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു സബ്സ്റ്റൻസിൽ അനുഭവപ്പെടുന്ന ബോയൻസി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ആൻസർ, ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദ ബോയൻസി എക്സ്പീരിയൻസ്ഡ് ബൈ എ സബ്സ്റ്റൻസ് ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്, ഇറ്റ് ഈസ് ഇനഫ് ടു ഫൈൻഡ് ഔട്ട് ദ ലോസ് ഓഫ് വെയ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ഇൻ ദാറ്റ് ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡിൽ ഇമേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു സബ്സ്റ്റൻസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന അനുഭവപ്പെടുന്ന ബോയൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ ആ സബ്സ്റ്റൻസിൻ്റെ ഫ്ലൂയിഡിലുള്ള ലോസ് ഓഫ് വെയ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ബോയൻസി? ബോയൻസിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ആൻസർ, ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്, വോളിയം ഓഫ് ദ ബോഡി. ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയും ആ വസ്തുവിൻ്റെ വോളിയവുമാണ് ബോയൻസിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡസ് എ ഷിപ്പ് ദാറ്റ് എൻറ്റേഴ്സ് എ ഫ്രഷ് വാട്ടർ ലേക്ക് ഫ്രം ദ ഓഷ്യൻ സിങ്ക് മോർ ഓർ റൈസ് മോർ? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഒരു ഓഷ്യനിൽ നിന്നും ഫ്രഷ് വാട്ടറിൽ എൻ്റർ ചെയ്യുന്ന ഒരു ഷിപ്പ് കൂടുതൽ സിങ്ക് ചെയ്യുകയാണോ അല്ലെങ്കിൽ കൂടുതൽ ഉയരുകയാണോ ചെയ്യുക? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. ആൻസർ, ദ ഷിപ്സ് സിങ്ക്സ് മോർ. ഷിപ്പ് കൂടുതൽ സിങ്ക് ചെയ്യുകയാണ് ചെയ്യുക. എന്തുകൊണ്ടാണ്? സീ വാട്ടർ ഹാസ് മോർ ഡെൻസിറ്റി ആൻഡ് ഹാസ് ഹയർ ബോയൻസി. സീ വാട്ടറിന്, അതായത് കടലിലെ ഉപ്പുവെള്ളത്തിന് കൂടുതൽ ഡെൻസിറ്റിയും കൂടുതൽ ബോയൻസിയും ഉണ്ട്. പ്യുവർ വാട്ടർ ഹാസ് ലെസ് ഡെൻസിറ്റി ആൻഡ് ലെസ് ബോയൻസി. പ്യുവർ വാട്ടറിന് ലെസ് ഡെൻസിറ്റിയും ലെസ് ബോയൻസിയുമാണ്.
So the ship that enters a freshwater lake from the ocean sinks more. അതുകൊണ്ട് ഒരു ഓഷ്യനിൽ നിന്നും ഫ്രഷ് വാട്ടറിലോട്ട് എൻ്റ് ചെയ്യുന്ന ഷിപ്പ് കൂടുതൽ സിങ്ക് ചെയ്യാണ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ എ ലിക്വിഡ്സ് ഡെൻസിറ്റി ആൻഡ് ബോയൻസി? ഒരു ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയും ബോയൻസിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ആൻസർ, buoyant force is directly proportional to the density of the fluid in which an object is immersed. ആൻസർ, buoyant force ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്, അതായത് നേർ അനുപാതത്തിലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ? Answer, when an object is immersed partially or completely in a fluid, the buoyancy experienced by it will be equal to the weight of the fluid displaced by it. ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന മുക്കിയിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് എങ്ങനെയാണ് മുക്കിയിരിക്കുന്നത്? പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി. ഒന്നുകിൽ പാർഷ്യലി പകുതിയായിട്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫുള്ളി പൂർണ്ണമായിട്ട്. അതിൻ്റെ ദ ബോയൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ഇറ്റ്, അതിൽ അനുഭവപ്പെടുന്ന ബോയൻസി വിൽ ബി ഈക്വൽ ടു, ഏതിന് ഈക്വൽ ആയിരിക്കും? ടു ദ വെയ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. നമ്മൾ ആ വസ്തു ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡിൻ്റെ വെയ്റ്റിന് ഈക്വൽ ആയിരിക്കും. എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ? when an object is immersed partially or completely in a fluid, the buoyancy experienced by it will be equal to the weight of the fluid displaced by it. നമ്മളൊരു ഫ്ലൂയിഡിൽ ഒന്ന് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി നമ്മളൊരു ഒബ്ജക്റ്റ് ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്തുവിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബോയൻസി ആ ഫ്ലൂയിഡിൻ്റെ വെയ്റ്റിന് ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ? എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ? ആൻസർ, വെയ്റ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദ വെയ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. നമ്മൾ ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ വെയ്റ്റ് ഏത് ലിക്വിഡിലാണോ ഏത് ഫ്ലൂയിഡിലാണോ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ ഫ്ലൂയിഡിൻ്റെ വെയ്റ്റിന് ഈക്വൽ ആയിരിക്കും. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദ വെയ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. ഒരു ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന ബോഡിയുടെ വെയ്റ്റ് ഏത് ഫ്ലൂയിഡിലാണോ ഫ്ലോട്ട് ചെയ്തിരിക്കുന്നത് ആ ഫ്ലൂയിഡിൻ്റെ വെയ്റ്റിന് ഈക്വൽ ആയിരിക്കും. When a body is fully immersed in fluid, the volume of the displaced fluid will be equal to the volume of the body. When a body is fully immersed in fluid, ഒരു ഫ്ലൂയിഡിൽ ഫുള്ളായിട്ട് മുഴുവനായിട്ട് ഒരു ബോഡി മുക്കി വെച്ച് കഴിഞ്ഞാൽ ദ വോളിയം ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ്, നമ്മൾ ഏത് ഫ്ലൂയിഡിലാണോ ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ ഫ്ലൂയിഡിൻ്റെ വോളിയം വിൽ ബി ഈക്വൽ ടു ദ വോളിയം ഓഫ് ദ ബോഡി. ഏത് വസ്തുവാണോ നമ്മൾ അതിൽ ഇമ്മേഴ്സ് ചെയ്തത് ആ വസ്തുവിൻ്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ റീസൺസ് ഫോർ ദ ഫോളോയിങ് ബേസ്ഡ് ഓൺ വാട്ട് യു ഹാവ് ലേൺഡ്. നിങ്ങൾ പഠിച്ച പ്രിൻസിപ്പിൾസ് അനുസരിച്ച് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് കാരണം കണ്ടെത്തുക. ഈ സിറ്റുവേഷൻസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തുക. എ പീസ് ഓഫ് സ്റ്റോൺ എക്സ്പീരിയൻസസ് എ ലോസ് ഓഫ് വെയ്റ്റ് വൈൽ ഇൻസൈഡ് വാട്ടർ. ഒരു വെള്ളത്തിനകത്ത് വെച്ചിരിക്കുന്ന ഒരു കല്ലിന് ലോസ് ഓഫ് വെയ്റ്റ് അനുഭവപ്പെടുന്നു. നമ്മൾ പുറത്ത് ഒരു കല്ല് വെച്ചിരുന്നാലും, അതായത് നമ്മുടെ കയ്യിലൊരു കല്ല് വെച്ചതിനേക്കാളും നമ്മളൊരു വെള്ളത്തിനകത്ത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിനകത്താണ് കല്ല് വെച്ചതെങ്കിൽ ആ കല്ലിന് ലോസ് ഓഫ് വെയ്റ്റ് അനുഭവപ്പെടുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? ആൻസർ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ബോയൻസി എക്സേർട്ടഡ് ബൈ വാട്ടർ. ആ കല്ലിൽ വാട്ടർ എക്സേർട്ട് ചെയ്യുന്ന ബോയൻസിയാണ് ഇതിന് കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദോ ആൻ എഗ് സിങ്ക്സ് ഇൻ pure water, it will float on salt water.
പ്യുവർ വാട്ടറിൽ ഒരു മുട്ട മുങ്ങിയിരിക്കുമ്പോൾ സാൾട്ട് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? ആൻസർ, salt water is denser than fresh water because of its salt content. സാൾട്ട് വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന സാൾട്ട് കണ്ടൻറ്റ്, അതായത് ഉപ്പിൻ്റെ അംശം ഉള്ളതുകൊണ്ട് സാൾട്ട് വാട്ടർ ഫ്രഷ് വാട്ടറിനേക്കാളും ഡെൻസറാണ്. The egg will float in the salt water because when salt is added to water, its density becomes greater than that of the egg. That makes the egg float. The egg will float in the salt water because when salt is added to water, its density becomes greater than that of the egg. നമ്മൾ വാട്ടറിലോട്ട് സാൾട്ട് ആഡ് ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ ഡെൻസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഇതിനേക്കാളും എഗ്ഗിനേക്കാളും വാട്ടറിൻ്റെ ഡെൻസിറ്റി കൂടുന്നു, അതായത് സാൾട്ട് വാട്ടറിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് എഗ്ഗ് സാൾട്ട് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെറോസിൻ ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. വാട്ടറിൽ കെറോസിൻ ഫ്ലോട്ട് ചെയ്യുന്നു, അതിൻ്റെ കാരണം എന്താണ്? വാട്ടറിൽ മണ്ണെണ്ണ ഫ്ലോട്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? ആൻസർ, the mass density of kerosene is less than water. So, kerosene drops will float in water when both are mixed. The mass density of kerosene is less than water. വാട്ടറിനേക്കാളും കെറോസിൻ്റെ മണ്ണെണ്ണയുടെ മാസ് ഡെൻസിറ്റി കുറവാണ്. സോ കെറോസിൻ ഡ്രോപ്സ് വിൽ ഫ്ലോട്ട് ഇൻ വാട്ടർ. അതുകൊണ്ട് കെറോസിൻ ഡ്രോപ്സ് വാട്ടറിനേക്കാളും മുകളിൽ ഫ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുക. എപ്പോൾ? വെൻ ബോത്ത് ആർ മിക്സ്ഡ്. രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, മണ്ണെണ്ണയും വെള്ളവും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും മണ്ണെണ്ണ മുകളിലാണ് നിൽക്കുക. അതിൻ്റെ കാരണം മണ്ണെണ്ണയുടെ മാസ് ഡെൻസിറ്റി വാട്ടറിനേക്കാളും കുറവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഷിപ്പ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. വാട്ടറിൽ ഷിപ്പ് ഫ്ലോട്ട് ചെയ്യുന്നു. ആൻസർ, it is because weight of the ship is equal to the weight of the water displaced by it. ഇതിൻ്റെ കാരണം കപ്പൽ ഏത് വെള്ളത്തിലാണോ ഉള്ളത് ആ വെള്ളത്തിൻ്റെ വെയ്റ്റിന് കപ്പലിൻ്റെ വെയ്റ്റ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് കപ്പൽ വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when a body was placed in a liquid, it remained in the same position. നമ്മളൊരു ലിക്വിഡിൽ ഒരു വസ്തു വെച്ച് കഴിഞ്ഞാൽ അത് അതേ സെയിം പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ കാരണം എന്താണ്? ആൻസർ, ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ ലിക്വിഡ്. ആ വസ്തുവിൻ്റെ ഡെൻസിറ്റിയും ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു വസ്തു ലിക്വിഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ വസ്തു അതേ പൊസിഷനിലായിരിക്കും, ഏത് പൊസിഷനിലാണോ നമ്മൾ വെച്ചത് അതേ പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് ഡാഷ്. വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? ആൻസർ, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് വാട്ടറിൻ്റെ ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ യൂണിറ്റ് അറിയാലോ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്നാൽ എന്താണ്? ആൻസർ, റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ആ സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റിയും വാട്ടറിൻ്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ് റിലേറ്റീവ് ഡെൻസിറ്റി. ദാറ്റ് ഈസ്, റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. Since it is a ratio, relative density has no unit. ഇതൊരു റേഷ്യോ ആയത് കാരണം റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല. Which is the device used to measure the relative density of a liquid? ഒരു ലിക്വിഡിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാനുള്ള ഡിവൈസിൻ്റെ പേരെന്താണ്? ആൻസർ, ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ ആണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ്. വാട്ട് ഈസ് ലാക്ടോമീറ്റർ? എന്താണ് ലാക്ടോമീറ്റർ? Lactometer is a device to test the purity of milk. Is basically a hydrometer. Lactometer
പാലിൻ്റെ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ്, ഉപകരണമാണ് ഇത്. ബേസിക്കലി ഒരു ഹൈഡ്രോമീറ്റർ തന്നെയാണ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ബാക്കി ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.